ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ഗിരിയുടെ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന തന്നെയാ നിനക്ക് നല്ലത്. നീ കാരണം ഒരിക്കൽ കൂടി അവനൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? അവൾ എന്തിനാ വിളിച്ചേ? ഇനി അവൾക്ക് എന്താ വേണ്ടേ? അവൾക്ക് ഗിരിയോട് സംസാരിക്കണോ അത്രേ. സംസാരിക്കാൻ പോയിട്ട് ഗിരിയുടെ 7 അയലത്ത് പോലും അവളെ ഞാൻ അടുപ്പിക്കില്ല. ഓർക്കാപ്പുറത്ത് ഇത്രയും ദിവസത്തിന് ശേഷം ഇവളെന്തിനാ ഇപ്പൊ പൊട്ടി മുളച്ചത്? ഉദ്ദേശം എന്തായാലും നല്ലതാകാൻ വഴിയില്ല, അതുറപ്പാ. കാട്ടിക്കൊരെണ്ണം ഒഴിക്കടാ. അല്ല പിന്നെ ശ്രീ എങ്ങോട്ടാ? ശ്രീ ഇനി ബാക്കിലിരുന്നോളൂ ഏട്ടാ. ഇത്ര നേരം അവനിവിടെ ഇരുന്നിട്ട് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന്? ഇനിയിപ്പോ ഫ്രണ്ട് സീറ്റില് കമ്പനിക്ക് ആളായല്ലോ. സുമിതേച്ച് വന്ന് ഏട്ടന്റെ കൂടെ ഫ്രണ്ടിലിരിക്കും. നിങ്ങൾ രണ്ടും ഫ്രണ്ടിലും ഞങ്ങൾ രണ്ടും ബാക്കിലും. പിന്നെ അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. ശ്രീനിഷ് വന്നേ, സുമിത ബാക്കിലിരുന്നോളും. സുമിതേച്ചി വാ. ചേച്ചി വാ, കേറിക്കോ. കേറ്. അല്ല സാനിയ അവിടെ ഇരുന്നോളൂ, ഞാൻ എന്റെ കൂട്ടത്തിലിരുന്നോളാം. സുമിതേച്ചി ഫ്രണ്ടിലെ ചേച്ചിയുടെ ഫിയാൻസിയുടെ കൂടെ ഇരുന്നാ മതി. ഞാൻ എന്റെ ഫിയാൻസിയോടൊപ്പം ബാക്കിൽ ഇരുന്നോളാം. കേറ് കേറ്. എന്ത് പറ്റിയേ? സോറി. ഇതേ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറാ. പ്ലീസ് ബി കംഫർട്ടബിൾ. ഇങ്ങനെ തിങ്ങി കൂടി ഇരിക്കണമെന്നില്ല, കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഇരുന്നുകൂടെ? വെൽക്കം സർ. പ്ലീസ് സിറ്റ് സർ. ഓർഡർ എടുക്കാൻ വീട്ടിൽ വരും. ഓക്കെ. ഇന്നെന്താ രക്ഷാബന്ധൻ ദിവസമാണോ? ആണോ? ഏയ്, അത് ഇന്നാണോ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. ആങ്ങളമാര് അനിയത്തിമാരെയൊക്കെ വിളിച്ചുകൂട്ടി ട്രീറ്റ് കൊടുക്കാൻ കൊണ്ടുവന്ന പോലൊരു ഫീല്. ഒരു പ്രൈവസിയും ഇല്ലാതെ ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കാനായിരുന്നെങ്കിൽ വീട്ടിലിരുന്നാ പോരായിരുന്നോ? നമ്മൾ ഒന്നിച്ചല്ലേ വന്നത്, പിന്നെ ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നതിനെന്താ? ഞാനേ ഏട്ടന് സുമിതേച്ചിക്കും പ്രത്യേകം ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് അവിടേക്ക് പോയി നിങ്ങളുടെ ഈവനിങ് എൻജോയ് ചെയ് പ്ലീസ്. പക്ഷേ ഞങ്ങൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആണ് അല്ലേ? പക്ഷെ ഞങ്ങൾ ഇവിടെ കംഫർട്ടബിൾ അല്ലല്ലോ. ഒന്ന് പോയി താ എന്റെ ഏട്ടാ, പ്ലീസ് ഗോ. എടി നീ ഇങ്ങനെ കണ്ണുരുട്ടുന്നത് എന്തിനാ? ഞാൻ പോയിക്കോളാം. ചെല്ലേച്ചി, കുറച്ച് സമയം നിങ്ങൾക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്തൂടെ? അതിനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഗിരിധർ നമ്പ്യാരുടെ പേരിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് ദം ദേർ. ഷുവർ, പ്ലീസ് കം സർ.
ഓക്കോ. Take your seat, sir. Have a nice evening, ma'am. താങ്ക് യു. ഓ താങ്ക് ഗോഡ്, അവരെ വല്ല വിധം ഒന്ന് ഒഴിവാക്കി നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടി. പിന്നെ നീ ഗിരിയേട്ടനോട് ചൂടാവുന്ന കാണാൻ നല്ല രസമാട്ടോ. Excuse me, sir. ആ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മെക്സിക്കൻ ഫുഡാണ് സർ. എന്താന്ന് പറയട്ടെ സർ? വേണ്ട, മെനു ഞാൻ നോക്കി തീരുമാനിച്ചോളാം. ഗോ ആൻഡ് കം ബാക്ക് ആഫ്റ്റർ 5 minutes. ഓക്കെ സർ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചാ ഇങ്ങനെ തന്നെ ആകെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ പോലെ? അത് എനിക്ക് ഇങ്ങനെയുള്ള ഔട്ടിങ്ങിനൊന്നും വന്ന് വലിയ ശീലമൊന്നുമില്ല. മേ ബി അതുകൊണ്ടായിരിക്കും. അതിപ്പോ എനിക്ക് ശീലമില്ലല്ലോ. എന്നാ ഞാനിങ്ങനെ ഇൻടോളറന്റ് ആയിട്ട് ആരുടെ അടുത്തും പെരുമാറാറില്ല. ഓരോ മനുഷ്യരും ഓരോന്ന് പോലെ അല്ലേ സുമിത? ശരിയാ, പക്ഷേ നമ്മുടെ ശീലങ്ങളും ശീലക്കേടുകളും കാരണം മറ്റുള്ളവരുടെ നല്ലൊരു അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അവരെത്ര റിലാക്സ്ഡ് ആയിട്ടാ ഇരിക്കുന്നേ കണ്ടോ? പരസ്പരമുള്ള അവരുടെ സ്നേഹവും അടുപ്പവും അത് കാണുന്ന ആർക്കും ഒരു സന്തോഷം തോന്നും. എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അതെന്താ? എല്ലാ ചോദ്യത്തിനും ഉത്തരം വേണമെന്ന് നിർബന്ധമാണോ? അല്ല, നിങ്ങളുടെ സംസാരം അങ്ങനെയല്ലേ? പറയുന്ന ഓരോ കാര്യത്തിനും എനിക്കൊരു 100 ചോദ്യങ്ങളാ മനസ്സിൽ ഉയരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? സാനിയ എന്റെ കുഞ്ഞനിയത്തിയ. അവൾ എനിക്ക് എന്റെ മോളെ പോലെയാണ്. അവളെ ഏതെങ്കിലും ഒരു പയ്യന്റെ കൂടെ ഈ വിധത്തിൽ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നിങ്ങൾ എന്തീ പറയുന്നേ? അവര് പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാ. പോരെങ്കിൽ കല്യാണം ഉറപ്പിച്ചവരും. They are going to be a husband and wife in very near future. അതെ, ഫ്യൂച്ചറാണ്, അല്ലാതെ ഇപ്പോഴല്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോഴേ ഇതൊക്കെ? നമ്മളും ഫ്യൂച്ചർ ഹസ്ബൻഡും വൈഫുവാ എന്ന് വെച്ച് നമ്മളും ഇങ്ങനെയൊക്കെ. Excuse me. അതെ, ഒരു മിനിറ്റ് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തരാം. താങ്ക് യു. നിങ്ങൾ മൂക്കി കൂടിയാണോ വെള്ളം കുടിക്കുന്നത്? അല്ല, ഈ വെള്ളത്തിലെ ജേംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാ. ഈ രോഗങ്ങളൊക്കെ പരത്തുന്ന അതുണ്ടോന്ന് നോക്കിയതാ. ഓ, അല്ല, ഇങ്ങനെ സാധാരണ കണ്ണുകൊണ്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ജേംസിനെ കാണാൻ പറ്റും. അതൊക്കെ എന്റെ ഓരോ ശീലങ്ങളാ. തൊട്ടുരുമി ഇരിക്കുന്നേ. ഇറ്റ്സ് എ റൊമാൻറ്റിക് പിക്ചർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വെരി റൊമാൻറ്റിക് അല്ലേ? അവരും നമ്മളെ പോലെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഹോപ്പ്ഫുള്ളി. സാർ, എന്താ കഴിക്കുന്നത്? ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്യാം, എനിക്ക് വേണ്ടി നീയും. ഓക്കെ ഓക്കെ. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ചിക്കൻ മാഞ്ചോ സൂപ്പ് 1/2. ദെൻ മെയിൻ കോഴ്സിൽ നാനോ റൊട്ടി വിത്ത് ചിക്കൻ ഗുലാബി ടിക്ക. ഓക്കെ. ഒരു വെജ് ലസാനിയ, അതുപോരെ? പെർഫെക്റ്റ്.
ജസ്റ്റ് റിപ്പീറ്റ് ദ സെയിം, ഓക്കെ? ഓക്കെ സാർ. ലെറ്റ്സ് ഓർഡർ സംതിങ്. വിശക്കുന്നു. നേരത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എന്തോ ഉണ്ടെന്നല്ലേ വെയിറ്റർ പറഞ്ഞേ? മെക്സിക്കൻ. ഓ, മെനു നോക്കി എന്താന്ന് വെച്ചാ പറഞ്ഞു. ഇത് നോക്കിയിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനിതുവരെ മെക്സിക്കൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്താ ഇതിന്റെ പ്രത്യേകത? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എന്താ പറയാ, അത് ഏറെക്കുറെ ഇയാളെ പോലെ തന്നെയാ. എന്നുവെച്ചാ സിമ്പിൾ ബട്ട് കോംപ്ലിക്കേറ്റഡ്. എക്സ്ക്യൂസ് മീ, എന്താ പറഞ്ഞേ? എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? ഏയ് എക്സ്ക്യൂസ് മീ. ആ സർ, ഒരു ടാക്കോ സൽപാസ്റ്റർ, ഒരു ടോർട്ടില സൂപ്പ്, പിന്നെ 1 enchilada. ഓക്കെ. മാമിന്? മെക്സിക്കൻ ആയാലും ഇന്ത്യൻ ആയാലും എനിക്ക് വെജിറ്റേറിയൻ മതി. ഓക്കെ. എന്നാ പിന്നെ വെജിറ്റേറിയൻ ടാക്കോസും മെക്സിക്കൻ റൈസ് വിത്ത് നാച്ചോസും എടുക്കട്ടെ മാഡം. യെസ് പ്ലീസ്. ഭയങ്കര തണുപ്പല്ലേ ഇവിടെ? എനിക്ക് ചൂടാ ഫീൽ ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇവിടുത്തെ AC ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ അവിടെ ഒരു ബഹളം? ഫുട്ബോൾ മാച്ച്, ഇന്ന് കളിയുള്ള ദിവസമാണ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരാം. ഒരു ഗോൾ അടിച്ചേ. Yes, yes, yes! ശ്രീ, ഞാൻ കുറെ നേരമായി നോക്കുന്നു. സുമിതേച്ചി അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ. ഗിരിയേട്ടൻ വാഷ്റൂമിലോ മറ്റോ പോയതായിരിക്കും. ഇത്രയും നേരം സുമിതേച്ചി ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. നമുക്ക് നോക്കാം, വാ. ചേച്ചി, ഗിരിയേട്ടൻ അവിടെ വാഷ്റൂമിലേക്ക് പോയതാ. ഞാൻ പറഞ്ഞില്ലേ? ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. എന്താ? അല്ല, ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിക്കുന്ന കണ്ടിട്ടാ ഞങ്ങള്. ഒരു ടെൻഷനും വേണ്ട, ആളിപ്പോ വരുമല്ലോ. അതുമല്ല, പുസ്തകം വായിച്ച് എത്ര നേരം ഇവിടെ ചെലവഴിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആ, എവറിത്തിങ് ഈസ് ഫൈൻ. നിനക്ക് ഫുഡ് വരുന്ന കണ്ടല്ലോ, അതിരുന്ന് തണുക്കുന്നതിന് മുമ്പ് ചെന്ന് രണ്ടാളും കഴിച്ചേ. പോടാ. വാ. നല്ല ബെസ്റ്റ് റൊമാൻറ്റിക് ഡിന്നർ പ്ലാൻ. ഒരാൾ പുസ്തകം വായിച്ചിരിക്കുന്നു, മറ്റൊരാൾ ഫുട്ബോൾ കാണുന്നു. ഇവരെന്താ ചെയ്യണ്ടേ? ഇവരെ കണ്ട ആരെങ്കിലും പറയോ രണ്ടുപേരും ഒട്ടും വൈകാതെ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന്? ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ? A very relevant question. എന്താ? ചിലപ്പോ എനിക്ക് തോന്നും നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും സ്വന്തം ലൈഫ് കോംപ്രമൈസ് ചെയ്യാണെന്ന്. എടുത്തു പോയ തീരുമാനം തെറ്റാണെന്ന് സുമിതേശിക്കോ ഗിരിയേട്ടനോ തോന്നുന്നുണ്ടാവോ? ഒരിക്കലും അവരങ്ങനെ ചിന്തിക്കില്ല സനു. കാരണം
ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് രണ്ടുപേരും എഴുതി തള്ളിയിരുന്ന ഒരു കാര്യമല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത്. പക്ഷേ വാട്ട് ഇഫ് ദേ കനോട്ട് എഗ്രി വിത്ത് ഈച്ച് അതർ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ടുപേരും രണ്ട് ലോകത്താ. കാണുന്ന നമ്മുടെ മുമ്പിൽ അതങ്ങനെ ആയിരിക്കും. പക്ഷെ അവർക്കിടയിൽ ഒരു സ്പേസിൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുറമേക്കിങ്ങനെ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാര് ഉള്ളുകൊണ്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. രണ്ടുപേരും രണ്ട് ദിക്കിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ മറ്റേയാളെ തൊട്ടടുത്താണെന്നുള്ളൊരു തോന്നലുണ്ടാവും. എല്ലാവരും നമ്മളെപ്പോലെ അല്ലല്ലോ സനു. അവനവന്റെ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാ എന്റെ ചേച്ചി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗിരിയേട്ടനും അങ്ങനെ തന്നെയാ. പല നല്ല ബന്ധങ്ങളിലും ആൾക്കാർക്ക് പരസ്പരം സംസാരിക്കേണ്ടി വരാറില്ല. അല്ലാതെ തന്നെ അവർക്കെല്ലാം മനസ്സിലാവും. ദേ ഇപ്പൊ തന്നെ നോക്ക്, ചേച്ചി കൂളായിട്ടിരുന്ന് പുസ്തകം വായിക്കുന്നു, ഗിരിയേട്ടൻ അവിടെ ത്രില്ലടിച്ച് കളിയും കാണുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ പരസ്പരം ഒരു കെമിസ്ട്രി ഉണ്ടാവും. അവര് രണ്ടുപേരും അടുത്തിരിക്കുന്നില്ലെങ്കിലും എന്തോ എനിക്കറിയില്ല, അവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നമൊന്നുമില്ലാതെ പോയാൽ മതിയായിരുന്നു. ഒരു ടെൻഷനും വേണ്ട സനു. ആക്ച്വലി അവരൊരു പെർഫെക്റ്റ് മാച്ചാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അവരത് എന്ന് തിരിച്ചറിയുന്നോ അന്ന് അവരായിരിക്കും ദ മോസ്റ്റ് റൊമാൻറ്റിക് കപ്പിൾ. Yes, yes. അതെ, ഫോൺ അടിക്കുന്നു. ഹലോ. Yes, yes. ഫോൺ ഫോൺ. ഹലോ, ഫോൺ. സോറി, ഫോൺ. അയ്യോ സോറി, ഞാൻ വാഷ്റൂമിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് കളി കണ്ട് നിന്നുപോയതാ. ആരോ വിളിച്ചു മരിക്കുന്നുണ്ട്. എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്ത് ധൈര്യത്തിലാ നീ ഈ നമ്പർ ഡയൽ ചെയ്തേ? കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ കാര്യം? എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? ഐ വാണ്ട് ടു മീറ്റ് യു. ഒരിക്കലെങ്കിലും. നടക്കില്ല. ഇനി മേലിൽ ഫോണിൽ പോലും നീ എന്നെ വിളിക്കരുത്. ഗിരി പ്ലീസ്, ഞാനത് പറഞ്ഞോട്ടെ. ജസ്റ്റ് സ്റ്റോപ്പ് കോളിംഗ് മീ.